ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോട്ടിനേറ്റേഴ്സ്. ഇറ്റ്സ് മീ അൻഷ. ഇന്ന് നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ ഒരു പ്രൊഡക്റ്റീവ് സാറ്റർഡേ ആണ് കേട്ടോ. അപ്പോൾ സാറ്റർഡേയുടെ മോർണിംഗ് ഒക്കെ വർക്കായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് തൊട്ടാണ് വീക്കെൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് ശേഷം വീട്ടിലെത്തിയിട്ട് നമ്മളെ വർക്ക് ക്രാഫ്റ്റിൻ്റെ പരിപാടിയിലേക്ക് ഞാൻ കടന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഷൂട്ട് ചെയ്തിട്ട് വീഡിയോ ആക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ആദ്യം ഞാൻ തുടങ്ങുന്നത് വോളറ്റിൽ നിന്നാണ്. അപ്പോൾ വോളറ്റിൻ്റെ നെയിമൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ക്രിക്കറ്റ് മെഷീനിൽ നെയിമൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു. ഇനി കട്ട് ചെയ്യുന്നത് ഒരു ബ്ലാക്ക് കളർ അയണോണിലാണ് കേട്ടോ. അപ്പോൾ അയണോൺ ഷീറ്റ് വെച്ചിട്ട് മെഷീനിലോട്ടേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്തു. പിന്നെ എനിക്ക് 2 അക്രിലിക്കിൻ്റെ കീ ചെയിൻ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതും കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വിനൈൽ സ്റ്റിക്കറിലാണ് അത് കട്ട് ചെയ്യാൻ ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കട്ട് ചെയ്യുന്നുണ്ട്. ഇനി അതിൻ്റെ നെയിം വരുന്നത് ഒരു വൈറ്റ് കളറിൽ കൊടുക്കാമെന്ന് വിചാരിച്ചു. അതും വിനൈൽ സ്റ്റിക്കറിലാണ് കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്ത് വന്നിട്ടുള്ളത് അയണോണാണ്. അപ്പോൾ അയണോണ് നമ്മൾ ലെതറിൻ്റെ സ്ട്രാപ്പിലോട്ടേക്ക് വേണ്ടിയിട്ട്, ബാക്കി വിനൈൽ സ്റ്റിക്കർ 2 അക്രിലിക്കിൻ്റെ കീ ചെയിനിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് അക്രിലിക്കിൻ്റെ കീ ചെയിൻ ഉണ്ടാക്കിയെടുക്കാം. 2 കീ ചെയിനാണ് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 2ഉം വേറെ വേറെ കസ്റ്റമേഴ്സിനാണ് കേട്ടോ. പിന്നെ കളറൊന്നും അവർ കറക്റ്റായിട്ട് പറയാത്തത് കൊണ്ട് തന്നെ എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് ചൂസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സും ഉണ്ട്. അക്രിലിക്കിൻ്റെ കീ ചെയിൻ ഇതാ ഇവിടെ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എന്നും ഞാൻ പറയുന്നത് പോലെ തന്നെ എനിക്ക് വർക്ക് ഉള്ളത് കൊണ്ട് വീക്ക് ഡേയ്സിൽ എൻ്റെ ക്രാഫ്റ്റിൻ്റെ വർക്ക്സ് ഒന്നും നടക്കത്തില്ല. അന്ന് ഡെലിവറിയും പിന്നെ കൊറിയർ അങ്ങനത്തെ സംഭവങ്ങളെ നടക്കത്തുള്ളൂ. അപ്പോൾ ഈ 2 ദിവസം സാറ്റർഡേയും സൺഡേ ആണ് ഞാൻ എല്ലാ ക്രാഫ്റ്റ് വർക്ക്സും ചെയ്തിട്ട് സെറ്റ് ചെയ്ത് വെക്കുന്നത്. എന്നിട്ട് ഓരോ ദിവസവും വീക്ക് ഡേയ്സിൽ ഏതൊക്കെ ദിവസമാണോ അയക്കാനുള്ളത് അങ്ങനെ ഞാൻ അയക്കാണ് ചെയ്യാറുള്ളത്. എന്നാലേ നമുക്ക് പാഷനും പ്രൊഫഷനും ഒപ്പം കൊണ്ടുപോകാൻ കഴിയുള്ളൂ കേട്ടോ. ചിലപ്പോൾ ചില അർജൻറ്റ് ഓർഡേഴ്സൊക്കെ വരാറുണ്ട് ഈ വീക്ക് ഡേയ്സിൽ. അപ്പോൾ അത് ഇതുപോലെ കുറച്ച് സമയം ഇരുന്നിട്ട് രാത്രിയൊക്കെ അല്ലെങ്കിൽ രാവിലെ എണീറ്റിട്ട് ഇരുന്നിട്ട് കുറച്ചധികം എഫേർട്ട് ഇട്ടിട്ട് അങ്ങനെ വർക്കാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇതാ നമ്മളുടെ ഒരു കീ ചെയിൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബോക്സിൻ്റെ പരിപാടി നോക്കാം. അപ്പോൾ ഇതുപോലെ ഒരു ചെറിയ ബോക്സിൻ്റെ അകത്ത് ഞാൻ വിനൈൽ സ്റ്റിക്കറൊക്കെ കട്ട് ചെയ്തിട്ട് വെക്കാറുണ്ട്. ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ആനിവേഴ്സറി, പിന്നെ എന്തെങ്കിലും കോഡ്സൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കും. വീഡ് ചെയ്യത്തില്ല കേട്ടോ. അത് എപ്പോഴാണോ വേണ്ടത് അതനുസരിച്ചിട്ട് അതിൻ്റെ ടൈം വീഡ് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. കട്ട് ചെയ്തിട്ട് ഓൾറെഡി സെറ്റ് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് 2 സ്റ്റിക്കർ എടുക്കാം ബ്ലാക്ക് കളറിൽ. അപ്പോൾ നമുക്ക് വീഡ് ചെയ്തിട്ട് അത് ബോക്സിലോട്ടേക്ക് ഒട്ടിച്ചു കൊടുക്കാനാണ്. അപ്പോൾ ഡയറക്റ്റ് ബോക്സിലോട്ടേക്ക് ഒട്ടിക്കുന്നില്ല, ഒരു കാർഡ് സ്റ്റോക്കിലാക്കിയിട്ട് ആ കാർഡ് സ്റ്റോക്ക് കട്ട് ചെയ്തിട്ട് അതാണ് ബോക്സിലോട്ടേക്ക് ഒട്ടിക്കുന്നത്. ഒരു 3D എഫക്റ്റൊക്കെ കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഓൾറെഡി ഇങ്ങനെ ഞാൻ കട്ട് ചെയ്തിട്ട് വെക്കുന്നതുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ എളുപ്പമാണ്. എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഇങ്ങനെ ഒരുമിച്ച് കട്ട് ചെയ്യാനിടും. എന്തായാലും ഗിഫ്റ്റ് ബോക്സിലായാലും ബാഗിലായാലും ഞാൻ ഇതുപോലത്തുള്ള വിനൈൽ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടാണ് ഡെലിവറി ചെയ്യാറുള്ളത്. അപ്പോൾ ഇതാ 2 കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ട്രാൻസ്പെറൻറ്റ് ഇതിലാക്കിയിട്ട് നമ്മൾ കാർഡ് സ്റ്റോക്കിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് സിൽവർ മിറർ കാർഡ് സ്റ്റോക്കാണ് കേട്ടോ. അപ്പം അതിലോട്ടേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ട് ഇനിയിത് അതിൻ്റെ സൈസിലോട്ടായിട്ട് കട്ട് ചെയ്ത ശേഷം നമുക്ക് ബോക്സിലോട്ടേക്ക് ഒട്ടിക്കാം. നമ്മൾ ബോക്സ് വരുന്നത് ഒന്ന് ഗ്രീൻ ഷെയ്ഡും ഗ്രീൻ ഒരു ബ്ലൂ പോലത്തെ ഷെയ്ഡും പിന്നെ ഒന്ന് വൈറ്റ് കളറിലുമാണ്. അപ്പോൾ ബോക്സിലോട്ടേക്ക് ഒട്ടിക്കുന്നത് ഡബിൾ സൈഡ് ടാപ്പ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഒരു 3D എഫക്റ്റ് കിട്ടുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം ഒരു ചെറിയ ബോക്സാണ്, അപ്പോൾ അതിലോട്ടേക്ക് ഞാനിത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ബോക്സിൻ്റെ ടോപ്പ് സൈഡിലാണ് കേട്ടോ ഒട്ടിക്കുന്നത്. ഇതുപോലെ ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ഒരു വലിയ ബോക്സിലും കൂടി ഒട്ടിക്കാനുണ്ട്. അപ്പോൾ അതും കൂടി നമുക്കത് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ 3 വർക്കാണ് ഞാനിവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഇത് 3ഉം ഇന്ന് തന്നെ ഡെലിവറി ചെയ്യാനുള്ളതാണ് കേട്ടോ. ഇന്ന് മിഡ് നൈറ്റ് ഡെലിവറി ചെയ്യാനുള്ളതാണ് ഈ 3ഉം. പിന്നെ ഒരു സാധനം ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇതെൻ്റെ റൂമിലോട്ടേക്ക് പുതിയതായിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. ഹസ്ബൻഡ് സർപ്രൈസായിട്ട് ഗിഫ്റ്റ് തന്നിട്ടുള്ളതാണ്. ഒരു റിംഗ് ലൈറ്റ്. എപ്പോഴും ഞാൻ പണ്ടേ വിചാരിക്കുന്നുണ്ട് ഇതൊന്ന് വാങ്ങിക്കണം എന്ന്, കാരണം ഫോട്ടോഗ്രാഫിയൊക്കെ എളുപ്പമാവുമല്ലോ. ഇതിൽ 3 കളർ ടെമ്പറേച്ചറിലാണ് വരുന്നത്. വാം വൈറ്റിലും വരുന്നുണ്ട് ഇതുപോലെ, പിന്നെ നല്ല ബ്രൈറ്റ് ലൈറ്റ് വൈറ്റ് കളറിലുള്ള ലൈറ്റിലും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ കളർ ഇതുപോലെ കുറക്കാനും പറ്റും, നല്ല രീതിയിൽ കൂട്ടാനും പറ്റും. എനിക്ക് നല്ല ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഞാൻ അന്നേ വിചാരിക്കുന്നുണ്ടായിരുന്നു, കാരണം ഫോട്ടോസൊക്കെ നല്ല ക്ലാരിറ്റിയിൽ കിട്ടും ഈ ഒരു റിംഗ് ലൈറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ.
അപ്പോൾ എനിക്ക് നല്ല ഉപകാരമാണ്. ഞാനിതുപോലെ ഇവിടെ വെച്ചിട്ട് ഒന്നുകിൽ വീഡിയോ എടുക്കുമ്പം ഇതിൻ്റെ അകത്ത് ഫോൺ വെക്കും, അല്ലെങ്കിൽ എൻ്റെ ട്രൈപോഡിൽ വെച്ചിട്ട് ഫോട്ടോസും വീഡിയോസും എടുക്കാറാണ് കേട്ടോ ചെയ്യാറ്. നമുക്ക് ഫോട്ടോ എടുക്കുമ്പോൾ ഒക്കെ ഒരു സ്റ്റുഡിയോ എഫക്റ്റ് കിട്ടുന്നുണ്ട് ഈ ഒരു റിംഗ് ലൈറ്റ് വെക്കുമ്പോൾ. അപ്പോൾ ഒന്നാമത്തെ ബോക്സ് ഇതാ ഞാനിവിടെ ഫോട്ടോസും വീഡിയോസും എടുക്കാൻ വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു ടീഷർട്ട് ഹാമ്പറാണ്. 2 ടീഷർട്ടും പിന്നെ കുറച്ച് ചോക്ലേറ്റ് ഫ്ലവേഴ്സും ഒക്കെ വെച്ചിട്ട് ഒരു കുട്ടി ഗിഫ്റ്റ് ബോക്സ്. ഇനി രണ്ടാമത്തെ വർക്ക് ഒരു ഗിഫ്റ്റ് ബാഗാണ്. പിന്നെ മൂന്നാമത്തത് ഒരു ഗിഫ്റ്റ് ബോക്സാണ്, കുറേ സാധനങ്ങൾ വന്നിട്ടുള്ള ഒരു ഗിഫ്റ്റ് ബോക്സ്. 3 ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ഡെലിവറിക്ക് പോവാം. അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്യണം. കാരണം മിഡ് നൈറ്റ് ഡെലിവറി ആയതുകൊണ്ട് തന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് പോവാറുള്ളത്. പിന്നെ ഞാൻ ഡിന്നറിന് പാസ്തയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ പാസ്ത കുക്ക് ചെയ്ത് കഴിഞ്ഞു. ഇതാ ഇവിടെ സൈഡിലായിട്ട് ഹസ്ബൻഡ് ഇവിടെ ഒരു പുതിയ ഷൂറാക്കൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ എൻ്റെ ഒരു ലോക്കൽ പിക്കപ്പ് കസ്റ്റമർ വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു വാളറ്റിൻ്റെ സ്ട്രാപ്പിന് വേണ്ടിയിട്ട്. വാളറ്റിൻ്റെ സ്ട്രാപ്പും വിനൈൽ സ്റ്റിക്കറൊക്കെ ഞാൻ ഇങ്ങനെ സെല്ല് ചെയ്യാറുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഡെലിവറിക്ക് പോവാം. എല്ലാം ഞാനിവിടെ സെറ്റ് ചെയ്തിട്ട് കാറിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ സ്ഥലത്തായിട്ട് പോയിട്ട് കൊണ്ടുപോയി കൊടുക്കാം. ആദ്യത്തെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്, ആൾക്ക് കൊടുത്തു. ഭയങ്കര ഹാപ്പിയായി. ബർത്ത്ഡേ ആണ് അവരുടെ. അപ്പം ആൾ ഭയങ്കര ഹാപ്പിയായി. ഇനി രണ്ടാമത്തേത് ഗിഫ്റ്റ് ബാഗിൻ്റെ കൂടെ ഒരു ഫ്രഷ് ഫ്ലവർ ബൊക്കെയും കൂടി വെച്ചിട്ടുണ്ട്. മൂന്നാമത്തതും കൂടി ഡെലിവറി ചെയ്യുമ്പോഴേക്ക് ഒരു ടൈം ആയിട്ടുണ്ട്, ഒരു 1 മണി ആയിട്ടുണ്ട്. ഇനി നമ്മൾ വീട്ടിലോട്ടേക്ക് മടങ്ങാണ് കേട്ടോ. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. Thanks for watching. Bye bye.